ഹലോ ഗൈസ്, ഞാനിത് മത്തി പൊരിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ഇതിനകത്ത് വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റും, പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. ഇവിടെ ഒത്തിരി എരിവ് വേണ്ട, അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഒരു ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്ത് ഓയിലാണേലും കുഴപ്പമില്ല. ശരിക്കും ഒഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് അതങ്ങ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ മീനെ പിടിച്ച് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റുണ്ട്. പക്ഷെ മത്തിയിലേക്ക് നന്നായിട്ട് പിടിപ്പിക്കണം, നന്നായിട്ട് തേച്ചെടുക്കണം. അത് ഞാൻ ഈ മുളകിനകത്ത് വെള്ളം ചേർക്കട്ടേ ഇല്ല, എണ്ണ ഒഴിച്ചാണ് ഇതെല്ലാം തിരിഞ്ഞിടുന്നത്. അതിനകത്തെല്ലാം നന്നായി യോജിച്ച് ഇവിടെ അതിൽ എരിവ് വേണ്ട. എരിവ് വേണ്ടാത്തത് കൊണ്ടാണ്. എരിവ് വേണ്ടവർക്ക് അതിൻ്റേതായ എരിവ് പിന്നെ സാധാ മുളക് പൊടിയൊക്കെ ഇടാൻ കേട്ടോ. അവിടെ എനിക്ക് ഞങ്ങൾക്ക് കൂടെ എരിവ് വേണ്ടാത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാൻ സ്റ്റൗ കത്തിച്ചിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് എണ്ണ ചൂടായി വരുന്ന വരെ നമുക്ക് മത്തിയിൽ നന്നായിട്ട് പിടിക്കാൻ പാകത്തിനെല്ലാം പിടിച്ച് ചേർത്ത് വയ്ക്കാമെന്നാണ് കാണുന്നത്. ഒരു 2-3 മിനിറ്റ് ഇരിക്കട്ടെ. ഇത് കഴിയുമ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഇനി ഞാൻ ഇതിനകത്ത് ഒന്നുകൂടി ചേർക്കാനുണ്ട്. ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കാനുണ്ട്. അതോടെ ചേർത്ത് പിന്നെ അത് എരിവ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ അത്ര മുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി മുളക് പൊടി അതെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് എന്ത് ഓയിലായാലും കുഴപ്പമില്ല. ഓയിലെന്തും നമുക്ക് നമ്മുടെ ഇതിന് ഇഷ്ടമുള്ളതനുസരിച്ച് ഓയിൽ ചേർത്ത് ഞാൻ മുളക് പൊടി മിശ്രിതം നന്നായിട്ട് കുഴച്ച് നല്ല ഇതാക്കി എടുത്തിട്ട് ഞാൻ മീനിലേക്കിട്ട് മീൻ മസാജ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് മസാജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എണ്ണ അതോടെ വാരി പൊത്തി ഇതോടെ ഒന്ന് പൊത്തി വെച്ചിട്ട് മുഴുവൻ ഇട്ട് പൊത്തി വയ്ക്കാനാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഞങ്ങൾക്ക് മുളക് പൊടി വളരെ കുറച്ചായതുകൊണ്ട് എനിക്ക് വളരെ കുറച്ച് മതി. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് മുളക് പൊടി ഇടുന്നത്. ഇതിന് എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നമ്മൾ ആ മത്തിയുടെ ഉള്ളിലേക്കൊക്കെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി എരിവ് വേണ്ടല്ലോ. അപ്പം ഞാൻ കുറച്ച് അതിന് മിക്സ് ചെയ്ത് ഇറക്കാൻ വെക്കാനാണ്. ഉച്ചയൂണിൻ്റെ ഫുഡാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് പൊരിഞ്ഞിട്ട് ഇവിടെ അധികം പിന്നെ പറയുന്നത് നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അധികം ഉണങ്ങാൻ പാടില്ല. അധികം ഉണങ്ങി കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് ഇഷ്ടമില്ല, ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൊള്ളി വരുമ്പോഴത്തേനും മീനൊന്ന് വെന്തെന്ന് പറയുമ്പോഴേക്കും ഞാനത് മറിച്ചിടാൻ പോവാണ്. മറിച്ചിട്ടിട്ട് ഇട്ടതിന് ശേഷം നിങ്ങളെ ഞാൻ കാണിച്ചു.